ഉടുമ്പൻചോല പാറത്തോടിന് സമീപം ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. കൃഷിയിടത്തിലാണ് കാട്ടുപോത്തുകളെ ഇന്ന് രാവിലെ കണ്ടത്. ഏലത്തോട്ടത്തിൽ ഫീൽഡിന് ഇറങ്ങിയ എസ്റ്റേറ്റ് വാച്ചറാണ് കാട്ടുപോത്തുകളെ ആദ്യം കണ്ടത്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേഖലയിൽ പരിശോധന പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട്. അനീഷ്, വനംവകുപ്പിന്റെ സാന്നിധ്യത്തിൽ പരിശോധന എപ്രകാരം പുരോഗമിക്കുന്നു, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഷിബിൻ, ഇന്ന് രാവിലെ തുടങ്ങിയ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഏതാണ്ട് 6 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് ഉടുമ്പൻചോലയ്ക്ക് സമീപം പാറത്തോടിനും കൽക്കൂന്തലിനും ഇടയിലുള്ള ഏലത്തോട്ടത്തിലാണ് ഇത്തരത്തിൽ 2 കാട്ടുപോത്തുകൾ ഇറങ്ങിയത്. അതായത് രാംകോ എസ്റ്റേറ്റിലെ എസ്റ്റേറ്റ് വാച്ചർ രാവിലെ ഫീൽഡ് വിസിറ്റിങ്ങിനായി പോകുമ്പോഴാണ് ഇത്തരത്തിൽ കാട്ടുപോത്തുകളെ കാണുന്നത്. ഒരു വലിയ കാട്ടുപോത്തും ഒരു ചെറിയ കാട്ടുപോത്തിനെയുമാണ് കണ്ടതെന്നാണ് ഇയാൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 7 മണിയോട് കൂടി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിലെത്തി ആവശ്യമായ പരിശോധനകൾ നടത്തി. അതായത് ഇതിന്റെ കാൽപ്പാടുകളാണ് ഏറ്റവും ആദ്യം പരിശോധിച്ചത്. ഈ കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇപ്പോഴിത് കാട്ടുപോത്തുകൾ തന്നെയാണെന്ന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. കാട്ടുപോത്തുകളാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു. ചിന്നാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസ് പരിധിയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ്. ഈ ഉത്സവം നടക്കുന്നതിനാൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ മംഗളാദേവിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനാൽ തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം വളരെ കുറവായിരുന്നു. ഇതിനാൽ തന്നെയാണ് ഇപ്പോൾ ചിന്നാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലെയും അതുപോലെ തന്നെ കല്ലാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലെയും ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ഈ എസ്റ്റേറ്റിലെ വാച്ചർമാർ അതുപോലെ നാട്ടുകാരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടുപോത്തുകൾ പോയ വഴിയെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇത് ജനവാസ മേഖലയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ ജനവാസ മേഖലയിലേക്ക് ഇവ എത്തിപ്പെടുവാതിരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും കാട്ടുപോത്തുകളെ ട്രേസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഏലത്തോട്ടമായതിനാൽ തന്നെ ഇളകിയ മണ്ണൊക്കെ തന്നെയാണ്. അതിനാൽ തന്നെ കാട്ടുപോത്തുകളുടെ കാൽപ്പാടുകൾ ശ്രദ്ധിച്ച് ഇവരിപ്പോൾ ഇതിന്റെ ഒരു പാത ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതനുസരിച്ച് ഇപ്പോഴിവിടെ 3ഓളം എസ്റ്റേറ്റുകൾക്കുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടുപോത്തുകളെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിൽ നിന്നും തുരത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും അതുപോലെ തന്നെ എസ്റ്റേറ്റ് വാച്ചർമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാട്ടുപോത്തുകൾ സമീപ നാളുകളിലും മേഖലയിൽ എത്തിയിരുന്നതായി നാട്ടുകാരിൽ ചിലർ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഇതിന് സമീപമുള്ള കൈലാസപ്പാറ എസ്റ്റേറ്റ് വളരെ വലിയ ഒരു എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 2 കാട്ടുപോത്തുകളെ കാണുകയുണ്ടായി. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷവും പാമ്പാടംപാറയിലെ എസ്റ്റേറ്റ് മേഖലയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം വനംവകുപ്പ് ഉറപ്പിച്ചിരുന്നു. ഈ കാട്ടുപോത്തുകൾ തന്നെ ആയിരിക്കാം ഇവിടെയും എത്തിയത് എന്നുള്ളൊരു അനുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും മേഖലയിലെ ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ മേഖലയിലുള്ള എസ്റ്റേറ്റുകളിലെ തോട്ടം തൊഴിലാളികളോട് പണിക്ക് ഇറങ്ങല് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പരിശോധനകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിബിൻ.